കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഷബീർ ഉമർ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷബീർ, ഏറെക്കുറെ എല്ലായിടങ്ങളിലും വോട്ടിംഗ് മെഷീനിൽ തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കോഴിക്കോട് ഏതെല്ലാം ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? എന്താണ് ഷബീർ നിൽക്കുന്ന ബൂത്തിലെ സ്ഥിതി? സൈഫുദ്ദീൻ, ജിൽസി, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ഈ നിലയ്ക്ക് വോട്ടിംഗ് മെഷീൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിനുമുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ 2 വാർഡുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തിലാണ്. 4 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. വേങ്ങേരി, പുളക്കടവ് വാർഡുകളിലേക്കാണ് ഇവിടെ കണ്ണാടിക്കൽ JLP സ്കൂൾ, വരുതൂർ എന്ന ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള 4 ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. അപ്പോൾ മുതൽക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഈ വോട്ടെടുപ്പ് വലിയ ആവേശമാക്കുകയാണ് വോട്ടർമാർ. ആ നിലയ്ക്ക് വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ 7 മണിക്ക് മുതൽ തന്നെ ഈ ഇത്രയും വലിയ ക്യൂ ഞാനിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ മനസ്സിലാക്കുന്നു. ഇത്രയും നീണ്ട ക്യൂ രാവിലെ മുതൽക്ക് തന്നെ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പുരുഷന്മാരുടെ തിരക്കാണ് രാവിലെ തന്നെ കാണുന്നത്. ചേട്ടൻ നേരത്തെ തന്നെ പോകുന്നു വോട്ട് ചെയ്യാൻ? നേരത്തെ പോകുന്നു. ജോലിയുണ്ടോ? ജോലിയുണ്ട്, വണ്ടിയിൽ പോകുന്നതാണ്. കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ ലൈനിലാണ് കൂടുതൽ ആളുകൾ. 6ാമത്തെ 7 മണിക്ക് പോകുന്നത് 6:45 അപ്പം എത്തിയിട്ടില്ലല്ലോ? എത്തിയില്ല. വരുമ്പോ തന്നെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ? തിരക്കുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും, ജോലിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, രാവിലെ തുടങ്ങാൻ കുറച്ച് വൈകി തോന്നുന്നുണ്ട്. 7 മണിക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ 7 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിലെത്തിയ ആളുകളാണ്. നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത്. ആ നിലയ്ക്ക് വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന്റെ ആവേശം വോട്ടെടുപ്പിൽ കൂടി പ്രതിഫലിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്കൊരു പോളിംഗ് ശതമാനം ഇത് അവസാനിക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഈ ആദ്യ മണിക്കൂറിൽ. ഇപ്പോൾ 8 മണിയോട് അടുക്കുന്നു. സമയം 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പോളിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തീരുമാനമാണോ? ഇങ്ങനെ നേരത്തെ എത്താറുണ്ട്. തിരക്ക് അധികം ഉണ്ടോ? അല്ല, ഇത് എല്ലാവരും രാവിലെ ഒഴിവാന്ന് വെച്ചിരിക്കും വന്നിട്ടുണ്ടാവുക. ജോലിക്കൊക്കെ പോവാൻ എന്തായാലും പുരുഷന്മാരുടെ തിരക്കാണ് കാര്യമായി പോളിംഗ് ബൂത്തുകളിൽ ഇവിടെ കാണുന്നത്. ആ നിലയ്ക്ക് തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സൈഫും ജിൽസിയും സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും പോളിംഗ് മെഷീൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പേരാമ്പ്ര പഞ്ചായത്ത് മരുതേരിയിൽ ബൂത്ത് നമ്പർ 1ലാണ് മെഷീൻ തകരാറിലായത്. അവിടെ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ കൂടി ഈ കോഴിക്കോട് ജില്ലയിൽ മറ്റ് ചിലയിടങ്ങൾ, കടലുണ്ടി പഞ്ചായത്തിലെ 11ാം വാർഡിൽ 2ാം നമ്പർ ബൂത്തിലാണ് ഈ 15 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കൺട്രോൾ യൂണിറ്റ് തകരാറിലായത്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും വാർഡ് 29ൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. ആ നിലയ്ക്ക് വിവിധയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറുകൾ കൂടി ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് ആരംഭിച്ചതിന് ശേഷമാണ് ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. അപ്പോൾ